കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 12 പേരിൽ ഒരുവനും ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് സാർവത്രിക സഭയിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തോമാസ് ലീഹായിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസ പൈതൃകം അത് ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ കാത്തുസൂക്ഷിക്കാനും വിശ്വസ്തയോടെ കാത്തുസൂക്ഷിക്കുവാനും ക്രിസ്തുവിന് നന്ദി പറയുവാനുമായിട്ട് ഈ തിരുനാൾ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മളൊക്കെ ഒത്തിരിയേറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈശോയുടെ അരുമശിഷ്യനായിരുന്ന ഏറ്റവും ധൈര്യശാലിയായിരുന്ന ഒരു ശിഷ്യനിൽ നിന്ന് ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ സ്വീകരിച്ചു എന്നുള്ളത്. ഒത്തിരിയേറെ ചരിത്രകാരന്മാർ പറയുന്നു, തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ തോമാസ് ലീഹ വന്നിട്ടുണ്ട് എന്ന് ആർഗ്യൂ ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകളെ കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ കണ്ടിരുന്ന ആ ഒരു ക്രിസ്തീയ ജീവിത വിശ്വാസ പാരമ്പര്യം അത് തോമാസ് ലീഹ വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ്. ഇത്രമാത്രം ആ ഒരു വിശ്വാസ പൈതൃകത്തിൽ ജീവിച്ചിരുമ്പോൾ ഇന്ന് നമ്മുടെയൊക്കെ വിശ്വാസത്തെയൊക്കെ ഒന്ന് പരിശോധിക്കുവാനും തോമാസ് ലീഹായിലുണ്ടായിരുന്ന അതേ വിശ്വാസ തീക്ഷ്ണതയും വിശ്വാസ പൈതൃകവും പ്രേക്ഷിത ചൈതന്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാനായിട്ടുള്ള ഒരു പരിശ്രമം നമുക്ക് നടത്താം. തിരുസഭയിൽ വിശുദ്ധന്മാരുടെ തിരുനാളുകൾ നമ്മൾ ഒത്തിരിയേറെ ആഘോഷിക്കുന്നുണ്ട്. അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു വലിയ പ്രാധാന്യവും ഇത്രമാത്രം ആഘോഷത്തോടെ തിരുനാളുകളൊക്കെ ആഘോഷിക്കുന്നതിന് പിന്നിലെ രഹസ്യം അവരുടെ ജീവിത മാതൃകയും അവരുടെ ക്രിസ്തുവിലുള്ള വിശ്വാസവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അതേ വിശ്വാസ തീക്ഷ്ണതയിലേക്ക് നമ്മൾ വളരണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം കാര്യമായി നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകൾ സഭയിൽ ആഘോഷിക്കുന്നത്. ഇന്ന് വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തോമാസ് ലീഹായിൽ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ക്രിസ്തു സ്നേഹവും പ്രേക്ഷിത ചൈതന്യവും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. സുവിശേഷത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരിയേറെ കാര്യങ്ങൾ തോമാസ് ലീഹായെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ 3 സ്ഥലങ്ങളിൽ മാത്രമേ തോമാസ് ലീഹായെ കാണുന്നുള്ളൂ. അവിടെ ഈശോയുടെ പീഡാസഹനത്തിന് മുമ്പ് ഈശോ ജെറുസലേമിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. ജെറുസലേമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് അവർ അവനെ വധിക്കുമെന്നുള്ള കാര്യം ഈശോയ്ക്കും അറിയാം, ശിഷ്യന്മാർക്കും അറിയാം. അപ്പോൾ അവിടെ വളരെ ധീരമായ ഒരു നിലപാടെടുക്കുന്ന ക്രിസ്തുവിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, കർത്താവേ, നീ അങ്ങോട്ട് പോകരുത്, അവിടെ പോയി കഴിഞ്ഞാൽ നിന്നെ അവർ കൊല്ലാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ പോകരുത് എന്ന് പറയുമ്പോൾ തോമാസ് ലീഹ ധീരതയോടെ മറ്റു ശിഷ്യന്മാരെയും ക്രിസ്തുവിൻ്റെ നിലപാടിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, വരൂ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. ക്രിസ്തുവിൻ്റെ നിലപാട് നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടാക്കി മാറ്റിയെടുക്കുക എന്നത് ഈ അപ്പോസ്തലൻ കാണിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ക്രിസ്തു ജീവിത സാഹചര്യങ്ങളിൽ പരസ്യ ജീവിതകാലത്ത് എടുത്ത നിലപാടുകളൊക്കെ നമ്മുടെ നിലപാടുകളാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ഒത്തിരിയേറെ ധന്യമായി തീരുമെന്നുള്ളത് വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ്.
പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശുദ്ധൻ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാസ് സ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കൊണ്ടുവരാവുന്ന ഒരു വലിയ കാര്യമെന്നത് തോമാസ് സ്ലീഹായുടെ ഈ ഒരു വലിയ സവിശേഷതയാണ്. ക്രിസ്തുവിൻ്റെ നിലപാട് എൻ്റെ നിലപാടായിട്ട് മാറും. അവിടെ ധീരതയോടെ ആ നിലപാടിന് വേണ്ടി നിലകൊള്ളുവാനായിട്ടുള്ള ഒരു വലിയൊരു പ്രചോദനം. ഇന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാനോ ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുവാനോ പ്രസംഗിക്കുവാനോ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുവാനോ ഒക്കെ ഒത്തിരിയേറെ മടിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ തോമാസ് സ്ലീഹായുടെ ആ ഒരു ചൈതന്യം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. രണ്ടാമതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് തോമാസ് സ്ലീഹ ഒരു ഈശോയുടെ കൂടെ ആയിരുന്നപ്പോൾ ഈശോ പറയുന്ന കാര്യമാണ്, ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു. ഇതെന്താ പറഞ്ഞത് എന്ന് കൃത്യമായിട്ടും തോമാസ് സ്ലീഹായ്ക്ക് മനസ്സിലായില്ല. തോമാസ് സ്ലീഹ ചോദിക്കുന്നു, കർത്താവേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ പോകുന്നിടത്തേക്കുള്ള വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരിക. കർത്താവിലേക്ക് എത്തിച്ചേരുവാനും കർത്താവിനെ അനുഭവിക്കുവാനും ഒക്കെ ആയിട്ടുള്ളൊരു വലിയൊരു ആഗ്രഹം തോമാസ് സ്ലീഹയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒരിക്കലും ഈശോയെ പിരിഞ്ഞുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് തോമാസ് സ്ലീഹ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. അപ്രകാരം ആ ഒരു വിശ്വാസ തീക്ഷ്ണത, അത് സ്നേഹ തീക്ഷ്ണത നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം വീണ്ടും ഒത്തിരി ഉണർവോടെ മുന്നോട്ട് പോകുന്നതാണ്. ഇന്ന് നമുക്കൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം, ക്രിസ്തുവിനെ അറിയുവാനും കൂടുതൽ അറിയുവാനും അറിഞ്ഞ ക്രിസ്തുവിനെ ഏറ്റവും പ്രതിബദ്ധതയോടെ സ്നേഹിക്കുവാനൊക്കെ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അവിടെയും ഈ ഒരു തിരുനാളിൽ ഈ ഒരു വിശുദ്ധം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന മറ്റൊരു സവിശേഷതയാണ് ക്രിസ്തുവിനെ അറിയുവാനും ആത്മാർത്ഥമായി അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും. മൂന്നാമതായിട്ട് നമ്മളിത് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ഉത്ഥാനത്തിന് ശേഷം ഈശോ തോമാസ് സ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. തോമാസ് സ്ലീഹായുടെ ശാഠ്യത്തിന് മുമ്പിൽ ഈശോ തോമാസ് സ്ലീഹായുടെ മുമ്പിൽ വന്നിട്ട് അവനെ സ്വയം വെളിപ്പെടുത്തുകയാണ്. മറ്റു ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ, കർത്താവ് എന്നോട് ഇത്രമാത്രം ഒരു വലിയ ചതി ചെയ്തല്ലോ എന്നൊക്കെ ഓർത്താണ് തോമാസ് സ്ലീഹ പറഞ്ഞത്, എനിക്കും കാണണം. ഈശോയെ കാണണം എന്നുള്ള വലിയ ഒരു ശാഠ്യം തോമാസ് സ്ലീഹയുടെ ജീവിതത്തിൽ. ആ ഒരു ശാഠ്യത്തിൻ്റെ മുമ്പിൽ കർത്താവ് വന്നിട്ട് തോമാസ് സ്ലീഹയോട് പറയാണ്, നീ ഇവിടെ വരൂ, എൻ്റെ കൈകളും മുറിവുകളും ഒക്കെ നീ കണ്ടു, നിൻ്റെ വിരൽ കൊണ്ട് എൻ്റെ പാർശ്വത്തിൽ വെച്ചു. ഈ തോമാസ് സ്ലീഹ ആ പാർശ്വത്തിലെ മുറിവിൽ തൊട്ട് നോക്കിയോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒത്തിരിയേറെ ആളുകൾ അതേക്കുറിച്ചൊക്കെ ഡിസ്കഷനൊക്കെ നടത്താറുണ്ട്. തോമാസ് സ്ലീഹ അതിന് ശേഷം പറഞ്ഞൊരു കാര്യം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വാസം ഉറക്കെ പ്രഘോഷിക്കുന്ന തോമാസ് സ്ലീഹയെ കാണുന്നുണ്ട്. ക്രിസ്തുവിനെ അത്രമാത്രം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ തോമാസ് സ്ലീഹായുടെ ഒരു തിരുനാൾ, ഓർമ്മ തിരുനാളാണ് നമ്മളിന്ന് ആഘോഷിക്കുക. പ്രിയപ്പെട്ടവരെ, ആ ഒരു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ വിശുദ്ധം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണങ്ങൾ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങനെ എപ്രകാരം നഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ഒരു തിരുനാൾ ആഘോഷം മുഴുവനും വെറും ഒരു ആഘോഷമായിട്ട്, ഭൗതിക ആഘോഷമായിട്ട് മാറുകയാണ്. ഈ ഒരു പ്രേക്ഷിത ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നിറയുവാനും അത്രമാത്രം സ്നേഹത്തോടെ ക്രിസ്തുവിനെ അറിയുവാനും അറിഞ്ഞ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ കൃപ തരണമെന്ന് പ്രത്യേകം നമുക്ക് പരിശുദ്ധ കുർബാനയെ പ്രാർത്ഥിക്കാം. തോമാസ് സ്ലീഹായിലുണ്ടായിരുന്ന മറ്റൊരു സവിശേഷതയാണ് പ്രേക്ഷിത ചൈതന്യം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ടുള്ള ആ ഒരു ധൈര്യവും ആർജവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ, കർത്താവെ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിന്നിലുള്ള സ്നേഹത്തിൽ നിൻ്റെ സ്നേഹവും സമാധാനവും ശാന്തിയുമൊക്കെ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, ഞങ്ങൾ കുടുംബങ്ങളിലും സമൂഹത്തിലും വ്യാപരിപ്പിക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രത്യേകമായി പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് തോമാസ് സ്ലീഹായുടെ മധ്യസ്ഥത്താൽ കൂടുതൽ തീക്ഷ്ണതയോടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.